ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ടുള്ള ബോട്ടിൽ എടുക്കുക. കുറച്ച് പരന്ന ബോട്ടിലാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി നമുക്ക് ഈ ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് കീറിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ സാധാരണ വൈറ്റ് ഗ്ലൂ എടുക്കുക, അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. രണ്ടും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂവും കൂടി ആക്കി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എടുക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലേ ഒക്കെ വെച്ച് ബോട്ടിലായിട്ട് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് ബാലൻസ് ആവാണ്ട് വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുക. വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുറ്റത്തുള്ള കല്ലുകൾ ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ടിഷ്യൂ പേപ്പറെല്ലാം ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം സാധാരണ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഫേസിൻ്റെ ഷേപ്പിലേക്ക് നമ്മളൊന്നിങ്ങനെ ചുരുട്ടി മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അലുമിനിയം ഫോയിൽ ആയതുകൊണ്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കണേ. പേപ്പറോ ടിഷ്യൂ പേപ്പറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഗ്ലൂ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഈ ഒരു ബോട്ടിലിൻ്റെ നടുക്കിലായിട്ടാണ് ഞാനിത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിക്കണ എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് നമുക്ക് ഫേസൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കണ എയർ ഡ്രൈ ക്ലേ ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അലുമിനിയം ഫോയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ചുറ്റും ഗ്ലൂ ആക്കി കൊടുത്ത് നമ്മൾ ഈ ക്ലേ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചുറ്റുമുള്ള ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും കുറച്ച് ഭാഗം ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ കത്തി യൂസ് ചെയ്ത് വരഞ്ഞ് അടർത്തി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കണ ക്ലേ നമ്മൾ കളയൊന്നും വേണ്ട, വേഗം തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്കോ കവറിലേക്കോ വേഗം ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിരൽ വെച്ചിട്ട് ഞാൻ ചുറ്റും ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണും മൂക്കും വായും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ പ്ലസ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ ആ ഒരു ഭാഗവും വായയുടെ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ണിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഞാനിങ്ങനെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കുഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ നടുക്കിലുള്ള ഭാഗം രണ്ട് വിരലുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉയർത്തിയെടുക്കുന്നുണ്ട്, മൂക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ക്ലേ ആ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. നമ്മളുടെ വിരലും അതുപോലെ പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ബാക്ക് സൈഡ്, അതേപോലെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാംബൂ സ്റ്റിക്കും ഐസ്ക്രീം സ്റ്റിക്ക്, കത്തി അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണത്. ചുണ്ടിന് വേണ്ടിയിട്ട് ആ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താടിയുടെ ഭാഗം കുറച്ചൊന്ന് ഉയർന്നിരിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് താടിയുടെ ഭാഗത്തും കുറച്ച് ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും കവിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റുമുള്ള ഭാഗത്തേക്ക് നമ്മളതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഫേസിൻ്റെ ഏകദേശം ഒരു രൂപം റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇനി പുരുകത്തിൻ്റെ ഭാഗം കുറച്ചൊന്ന് ഉയർത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഇടയ്ക്ക് നമ്മളുടെ വിരലൊന്ന് നനച്ച് എല്ലായിടത്തും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും, പിന്നെ നമുക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റാണ്ടാവും. ഇനി ഇതിൻ്റെ മൂക്കിൻ്റെ ആ രണ്ട് ഹോള് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മൂക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായിട്ട് വരും. ഇനി ചുണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കയ്യിൽ പിന്നെ ക്ലേ ആർട്ടിനുള്ള ടൂൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ടും അതേപോലെ പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ബാക്ക് സൈഡ്, ബാംബൂ സ്റ്റിക്ക്, ടൂത്ത് പിക്ക്, പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, കത്തി, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ടൂൾസൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ടൂൾസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സമയം എടുത്തിട്ടായാലും നമുക്ക് പതുക്കെ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡ്രൈ ആവാണ്ടിരിക്കാൻ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിപ്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മൂക്കിൻ്റെ ഭാഗം ഡ്രൈ ആയി പോവും, കണ്ണിൻ്റെ ഭാഗം ഡ്രൈ ആയി പോവും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ അത് ഉണങ്ങാണ്ടിരിക്കണം അത്രയും നേരം നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ സമയം എടുത്ത് പതുക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് ഫേസിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അങ്ങനെ ലിപ്സൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി താടിയുടെ ഭാഗം എനിക്ക് കുറച്ചും കൂടിയും ഉയർത്തി കൊടുക്കണമെന്ന് തോന്നിയ കാരണം ആ ഒരു ഭാഗത്ത് കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലേ ഇങ്ങനെ ചുറ്റുള്ള ഭാഗത്തേക്കായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. വേണമെങ്കിൽ ഇടയ്ക്ക് വിരൽ ഒരുപാട് വെള്ളം നനച്ചിട്ടല്ല കേട്ടോ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, കുറച്ച് വെള്ളം മാത്രം നനച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കണ്ണ് റെഡിയാക്കി എടുക്കാം. കണ്ണ് തുറന്നിരിക്കുന്ന പോലെ വേണമെങ്കിൽ ചെയ്യാം, അടച്ചിരിക്കുന്ന പോലെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കണ്ണടച്ചിരിക്കുന്ന പോലെയാണ് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കണ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് ഒരു സൈഡിലത്തെ കണ്ണ് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. മറ്റേ സൈഡിൽ കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ പൂക്കളാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കണ്ണ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലൊരു ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതേപോലെ പുരികത്തിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചുറ്റുള്ള ഭാഗത്തേക്കായിട്ട് കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് യോജിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിന് ചെവി വെച്ച് കൊടുക്കാം. അതിനായി ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ചെവിയുടെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ക്ലേയുടെ മേലെ ക്ലേ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ആ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യണില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ആ ചെവിയുടെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. വുളൻ ത്രെഡ് ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ടിഷ്യൂ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ തുണി വീതി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് യൂസ് ചെയ്ത് മുടി പോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചാൽ മതിയല്ലോ. പിന്നെ ക്ലേ യൂസ് ചെയ്തിട്ട് നമുക്ക് മുടി പോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ബ്രൗൺ കളർ വുളൻ ത്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാമെന്ന്. ഒരു നോട്ട് ബുക്കിൽ ഞാനിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. 10 വട്ടമാണ് ചുറ്റിയെടുക്കേണ്ടത്. സ്കെയിലിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാവുന്നതാണ്. 10 വട്ടം ചുറ്റിയിട്ട് ഞാൻ ഈ ബുക്കിൽ നിന്ന് ഇത് എടുത്ത് മാറ്റുകയാണ്. ഇതിൻ്റെ ഫോൾഡൊന്നും നമ്മൾ കട്ട് ചെയ്ത് നിവർത്തേണ്ട കാര്യമില്ല. ഇനി കുറച്ച് നീളത്തിൽ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ആ ഫോൾഡ് വന്ന ഭാഗമില്ലേ അതിൽ കൂടെ ഇത് കടത്തി നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. 2 വട്ടം നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. ഈ രീതിയിൽ കുറച്ചെണ്ണം നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഗ്ലൂഗൺ ഇല്ലയെന്ന് വെച്ചാൽ ഇത് ഒട്ടാൻ പാകത്തിനുള്ള ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്ത് നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചെവിയുടെ ഭാഗത്തു നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ എല്ലാ മുടികളും മേലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കെട്ടിക്കൊടുക്കുക, റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 വട്ടം കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ബണ്ണ് പോലെ ആക്കിയിട്ട് ഞാനിതിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. കെട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പിടിക്കാനായിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ കുറച്ച് മുടികളുണ്ടല്ലോ അത് 2 സൈഡിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുക്കുക. 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് ഓരോ സൈഡിലത്തെയും ഇതേപോലെ നന്നായിട്ട് ചുരുട്ടി എടുക്കുക. ഇടയിൽ പുറത്തേക്കൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് നല്ല നീറ്റാക്കി ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഇട്ട റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ പുതിയ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ മറ്റേ സൈഡിലത്തെ ഈ നൂലും പിരിച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല നീറ്റാക്കി വെക്കണം കേട്ടോ. പുറത്തേക്ക് ഒറ്റ നൂല് പോലും ഇങ്ങനെ നിൽക്കാൻ പാടില്ല. നല്ല നീറ്റാക്കി വെച്ചിട്ട് ഞാനിതിൽ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. റബ്ബർ ബാൻഡ് അങ്ങനെ പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കാം, അതല്ലെങ്കിൽ സാധാരണ ഗ്ലൂ ആക്കി കൊടുത്താൽ മതി. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ മുടികളൊന്നും പുറത്തേക്ക് വരാണ്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചില്ലേ അതേപോലെ തന്നെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ മുകളിൽ കെട്ടി വെച്ചിട്ടില്ലേ അതിലൊക്കെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് കഴുത്തും അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ റെഡിയാക്കി എടുക്കാം. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യാം. അതേപോലെ ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ നമുക്ക് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേയും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ക്ലേ പരത്തി എടുത്തിട്ട് ഒരു അടപ്പ് യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഓരോ റൗണ്ടും നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ പരത്തിയെടുക്കുക. നമ്മുടെ പൂവിൻ്റെ ഓരോരോ ഇതളുകളാണ് കേട്ടോ. എന്നിട്ട് ഇത് ഓരോന്നും
ഇങ്ങനെ ചേർത്ത് വെച്ച് നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഞാനിവിടെ 5 ഇതളുകളാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ 5 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് 3 എണ്ണം ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പൊക്കെ ഓരോരോ പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇലകൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് 2 ലീഫ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. ലീഫിൻ്റെ ഉള്ളിലുണ്ടാവണ പോലെ ചെറിയ ലൈൻസ് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. അത് നമുക്ക് എവിടെയൊക്കെയാണോ ലീഫുകൾ വെച്ച് കൊടുക്കേണ്ടത് ആ ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വേറെയും കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ വെച്ച് 3 പൂക്കളാണ് ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലീവ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു പൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കമ്മലിന് വേണ്ടിയിട്ട് ഒരു ക്ലേ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പെയിൻറ്റും വൈറ്റ് കളർ പെയിൻറ്റും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു ഷെയ്ഡാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ആക്രിലിക് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മുടിയിൽ ഫുള്ളായിട്ട് ബ്രൗൺ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കളറും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് കളർ ഉളൻ ത്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് മുടിയുടെ കളറും ഒക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ സ്കിൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റിൽ കുറച്ച് ബ്രൗൺ കളർ ആക്കിയിട്ടാണ് ഈ സ്കിൻ കളർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫേസിലും കഴുത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ കോളർ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാല വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് പൂക്കൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പർപ്പിൾ കളറിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഷെയ്ഡ് ആക്കിയിട്ടാണ് പൂക്കൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പൂക്കൾക്കും നമുക്ക് ഈ ഒരു കളർ പെയിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ യെല്ലോ കളറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 4 പൂക്കളിലും യെല്ലോ കളർ നടുക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ലീവ്സിന് ഗ്രീൻ കളർ പെയിൻ്റ് ആക്കി കൊടുക്കാം. ലൈറ്റ് ഗ്രീനും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് കുറച്ചൊന്ന് ഷെയ്ഡ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണെഴുതിയ പോലെ കണ്ണങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ടിങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇതേപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിന് പുരികം വരച്ച് കൊടുക്കണം. അതിനായിട്ട് ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുരികവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലിന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ലിപ്സ്റ്റിക്കിനായിട്ട് മജന്ത കളർ പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. താഴത്തെ ലിപ്സിൽ മജന്തയുടെ കൂടെ നടുക്കിലായിട്ട് ഒരല്പം വൈറ്റ് പെയിൻ്റ് ആക്കി കൊടുത്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണിൻ്റെ മേലെയായിട്ട് നമ്മൾ സ്കിൻ കളർ ഉണ്ടാക്കിയില്ലേ, അതിൽ ഒരല്പം മജന്ത മിക്സ് ആക്കിയിട്ട് കണ്ണിൻ്റെ മേലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കവിളത്തും കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുത്തിൽ കോളർ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ വിചാരിക്കുകയാണ് ചെറിയ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാമെന്ന്. പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ പെയിൻറ്റും ബ്രഷും യൂസ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ പൂക്കൾ വരച്ച് കൊടുക്കുന്നുണ്ട്. 3 പൂക്കൾ വരച്ച് കൊടുക്കുകയാണ് 2 സൈഡിലും. അതേപോലെ നമുക്ക് കുറച്ച് ഇലകളും വരച്ച് കൊടുക്കാം. ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് ചെറിയ ഇലകൾ നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ടും. 2 സൈഡിൽ ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെ പൂക്കൾ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് വൈറ്റ് കളറും ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ വാർണിഷ് അടിച്ചു കൊടുക്കണം. സ്പ്രേ വാർണിഷ് യൂസ് ചെയ്യാം, ക്ലിയർ വാർണിഷ് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും മടിയില്ലാണ്ട് വേഗം ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഞാൻ എഫോർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേരെൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെ പേരും വേഗം പറയാം കേട്ടോ. ആർഷ, ക്രിയേറ്റീവ് ഹൈവ്, റിഹാന, അനഘ, റൈഷ, നിഹാര, സഹറ, സന, ഡോണ, ഹന്ന, എല്ലാവർക്കും എൻ്റെ വക ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കാം.